ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യരുടെ സ്നേഹത്തിന് പരിധിയും പരിമിതികളുമൊക്കെയുണ്ട്. തെറ്റ് ആവർത്തിച്ചാൽ പലരുടെയും ക്ഷമ നഷ്ടപ്പെടും. ട്രസ്റ്റ് തകരുമ്പോൾ സൗഹൃദത്തിൻ്റെ വാതിലുകൾ അടയ്ക്കും. പ്രതീക്ഷകൾ നിറവേറ്റാൻ കഴിയാതെ വന്നാൽ ബന്ധങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാകും. എന്നാൽ ദൈവം അങ്ങനെയല്ലെന്നാണ് സങ്കീർത്തനക്കാരൻ്റെ സാക്ഷ്യം. 103-ാം സങ്കീർത്തനം 8-ാം വാക്യം. യഹോവ കരുണയും കൃപയും ഉള്ളവൻ, കോപിക്കുവാൻ താമസമുള്ളവനും മഹാദയ ഉള്ളവനും ആകുന്നു. എത്ര വിസ്മയകരമായ വെളിപ്പെടുത്തലാണ് ഇത്! നമ്മുടെ അപരാധങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശാസനയാണെങ്കിൽ കർത്താവ് നൽകുന്നത് കരുണയാണ്. നമ്മൾ അർഹിക്കുന്നത് ശിക്ഷയാണെന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവിടുന്ന് സ്നേഹത്തിൽ നമ്മെ ചേർത്ത് പിടിക്കും. നമ്മുടെ പാപങ്ങൾ ദൈവത്തെ ഒരിക്കലും അത്ഭുതപ്പെടുത്തുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുണ ഓരോ ദിവസവും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം കോപിക്കുവാൻ താമസിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അത് അവൻ്റെ ശക്തിയുടെ മഹത്വമാണ്. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ കൈവിടാതെ അവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുന്ന മാതാപിതാക്കളെ പോലെ നമ്മുടെ സ്വർഗീയ പിതാവും നമ്മെ അനുദിനം മാനസാന്തരത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് അവിടുത്തെ ആഗ്രഹം. ഓരോ പുതിയ പ്രഭാതത്തിലും ദൈവം നമ്മോട് പറയുന്നത്, ഞാൻ നിന്നെ ഇനിയും കൈവിട്ടിട്ടില്ല എന്നാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പരാജയങ്ങളും കുറ്റബോധവും പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള പ്രേരണ നമ്മിൽ ഉണ്ടാക്കിയേക്കാം. ഇത്രയും തെറ്റുകൾ ചെയ്ത എന്നെ ദൈവം എങ്ങനെ സ്വീകരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് നമ്മുടെ കർത്താവിൻ്റെ നിത്യ സ്നേഹത്തിൻ്റെ വാക്കുകൾ. മത്തായി 11:28. ആദ്യം നീ നിന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം എൻ്റെ അടുക്കൽ വരൂ എന്നല്ല കർത്താവ് പറയുന്നത്. നീ എൻ്റെ അടുക്കൽ വരൂ എന്നാണ് സ്നേഹനിധിയായ നമ്മുടെ കർത്താവ് പറയുന്നത്. അശുദ്ധനായ കുഷ്ഠരോഗി അടുത്തു വന്നപ്പോൾ അകന്നു നിന്നല്ല കർത്താവ് അവനോട് സംസാരിച്ചത്. അവനെ ചേർത്ത് നിർത്തി സൗഖ്യമാക്കി. പാപരോഗികളെ അന്വേഷിച്ചു വന്ന സ്വർഗീയ വൈദ്യൻ്റെ മുമ്പിൽ എല്ലാവർക്കും, എല്ലാ മക്കൾക്കും ധൈര്യത്തോടെ കടന്നു ചെല്ലാം. പാപികളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ കടന്നു ചെല്ലാൻ നമ്മുടെ പാപങ്ങളും വീഴ്ചകളും ഒരിക്കലും തടസ്സമല്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിലെ
കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു വരിക എന്ന ക്ഷണം എത്ര വലിയ വിസ്മയമാണല്ലേ. കർത്താവിൻ്റെ സന്നിധാനം ന്യായവിധിയുടെ സിംഹാസനമല്ല, അത് കൃപയുടെ സിംഹാസനമാണ്. വിലാപങ്ങൾ 3-ാം അധ്യായത്തിലെ പ്രഖ്യാപനം വളരെ ആശ്വാസദായകമാണ്. യഹോവയുടെ മഹാദയ നിമിത്തം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നു. അവൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവ പ്രഭാതം തോറും പുതിയതാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, ദൈവം സ്നേഹമായതുകൊണ്ടാണ്. അവൻ്റെ കരുണ ഒരിക്കലും വറ്റാത്ത ഉറവയാണ്. നമ്മുടെ ആത്മീയ ശ്രേഷ്ഠതകൾ കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹത്താലാണ് ഈ പ്രതികൂല ലോകത്ത് നമ്മൾ അനുദിനം ജീവിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന കരുണ നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കവിഞ്ഞൊഴുകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും നമ്മുടെ കടക്കാരോട് ക്ഷമിക്കണം. അവൻ നമ്മോട് കാണിച്ച ദയ മറ്റുള്ളവർക്കും പങ്കുവെക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം ഇപ്രകാരമാണ്: ക്രിസ്തുവിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പിൻ. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചവർക്കും അത് നന്ദിയോടെ തിരിച്ചറിഞ്ഞവർക്കും ഒരിക്കലും പ്രതികാരം ചെയ്യാൻ കഴിയില്ല. അവർ കടക്കാർക്ക് നിരുപാധികം മാപ്പ് കൊടുക്കുന്നവരായിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിച്ചവർക്കും ആ സ്നേഹം തിരിച്ചറിഞ്ഞവർക്കും സ്നേഹം പങ്കിടാതെ സ്വാർത്ഥരായി ജീവിക്കുവാനും കഴിയില്ല. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും പ്രത്യാശ കൈവെടിയരുത്. ദൈവം നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയില്ല, കൈവിടില്ല, ഉപേക്ഷിക്കില്ല. നിങ്ങളെ തിരുക്കരങ്ങളിൽ ചേർത്ത് പിടിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീർ അവൻ കാണുന്നുണ്ട്. നിങ്ങളുടെ മുറിവുകളും നൊമ്പരങ്ങളും വൈകാരിക തീവ്രതയോടെ കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ പരാജയങ്ങളെക്കാൾ വലിയതാണ് ദൈവത്തിൻ്റെ കൃപ. നിങ്ങളുടെ പാപങ്ങളെക്കാൾ ആഴമേറിയതാണ് ദൈവത്തിൻ്റെ കരുണ. നിങ്ങളുടെ വെല്ലുവിളി നിറഞ്ഞ നാളുകളേക്കാൾ ഉറപ്പുള്ളതാണ് അവൻ്റെ സ്നേഹം. അതുകൊണ്ട് കരുണയുള്ള കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് സധൈര്യം കടന്നു ചെല്ലാൻ ഒരിക്കലും മടിക്കരുത്. അതിന് നിങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. പശ്ചാത്താപത്തോടും ഹൃദയസമർപ്പണത്തോടും കൂടി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വിസ്മയകരങ്ങളാൽ തൊട്ട് നിങ്ങളെ സൗഖ്യമാക്കും, പുതിയ സൃഷ്ടിയാക്കും. കർത്താവിൻ്റെ നിർമ്മല സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയും. ആ വിസ്മയ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി ജീവിക്കുവാൻ
ദൈവം നിങ്ങൾക്ക് കൃപാവരങ്ങൾ സമർത്ഥമായി നൽകും. കരുണാനിധിയായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളേക്കാൾ വലിയതാണ് അങ്ങയുടെ കൃപയെന്നും ഞങ്ങളുടെ പാപങ്ങളേക്കാൾ ആഴമേറിയതാണ് അങ്ങയുടെ സ്നേഹമെന്നും ഇന്ന് വീണ്ടും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരുണയിൽ ഞങ്ങളെ പുതുക്കണമേ. അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോടും ക്ഷമിക്കുവാനുള്ള ക്രിസ്തീയ വിനയവും മനോഭാവവും നാഥ ഞങ്ങൾക്ക് നൽകണമേ. ഓരോ ദിവസവും അങ്ങയുടെ പുതിയ കരുണയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാര ബലിയിലൂടെ ഞങ്ങൾക്ക് നിത്യരക്ഷയും വീണ്ടെടുപ്പും നേടിത്തന്ന ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ ക്രിസ്തുയേശുവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.